ക്യാപ്റ്റൻ ഇരട്ടച്ചങ്കൻ കേരള രാഷ്ട്രീയത്തിലെ അജയ്യനായ നേതാവ്. എന്നാൽ ഒടുവിൽ ആ പ്രതിപക്ഷ കസേരയും തെറിച്ച് പിണറായി വിജയൻ വനവാസത്തിലേക്ക് കടക്കുകയാണ്. അതെ, അണിയറയിൽ തിരക്കഥകൾ തയ്യാറായി കഴിഞ്ഞു. കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് തിരുവനന്തപുരം AKG സെന്ററും ദില്ലിയും ഒക്കെ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മകൾ വീണ വിജയൻ കേന്ദ്ര ഏജൻസിയായ EDയുടെ ഇരുമ്പഴിക്കുള്ളിലേക്ക് നടന്നു നീങ്ങാൻ പോകുന്ന ആ നിർണായക നിമിഷത്തിൽ തന്നെ രാഷ്ട്രീയ ധാർമ്മികതയുടെ കുപ്പായിട്ട് പിണറായി വിജയന് തൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനവും ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാശി പിടിച്ച് വാങ്ങിയിട്ട് കാര്യമില്ല, യോഗല്ലമ്മിണിയെ എന്ന് പറയില്ലേ, ഇത് വെറുമൊരു സൃഷ്ടിയല്ല. പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ ഇതിനകം തന്നെ ചർച്ചകൾക്ക് തീ പിടിച്ചു കഴിഞ്ഞു. ആരായിരിക്കും പിണറായിക്ക് പകരം ആ കസേരയിലേക്ക് വരുന്നത്? എക്സാലോജിക് CMRൽ മാസപ്പിടി കേസിൽ ED ഒടുവിൽ പുറത്തുവിടാൻ പോകുന്ന ആ വജ്രായുധം എന്താണ്? കാണാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ഉറ്റുനോക്കുന്നത് കൊച്ചിയിലെ ED ഓഫീസിലേക്കാണ്. എക്സാലോജിക് കമ്പനി ഉടമയും പിണറായി വിജയന്റെ മകളുമായ വീണ വിജയൻ മണിക്കൂറുകളോളമാണ് EDക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി വിധേയായത്. ഓരോ തവണയും ED ഓഫീസിന്റെ പടവുകൾ കയറുമ്പോൾ വീണയുടെ മുഖത്തുണ്ടായിരുന്ന ആത്മവിശ്വാസം ഒടുവിൽ കടുത്ത ആശങ്കയിലേക്ക്, നിരാശയിലേക്ക് വഴിമാറുന്നതാണ് കേരളം കണ്ടത്. ED ഉദ്യോഗസ്ഥരെ പോലും ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള വ്യക്തതയില്ലാത്തതും പരസ്പര വിരുദ്ധവുമായ മൊഴികളാണ് വീണ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരം. CMRL എന്ന സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും യാതൊരുവിധ IT സേവനങ്ങളും നൽകാതെ 2.78 കോടി രൂപ മാസപ്പടിയായി കൈപ്പറ്റി എന്നതാണ് പ്രധാനപ്പെട്ട കേസ്. ഈ 2.78 കോടി രൂപയുടെ ഇടപാടിനെ കുറിച്ച് ആദായ നികുതി വകുപ്പിന്റെ തർക്കപരിഹാര ബോർഡിന് മുന്നിൽ വന്ന കണ്ടെത്തലുകളാണ് ഈ കേസിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഇത്രയും വലിയ തുക അക്കൗണ്ടിലേക്ക് വന്നിട്ടും അതിന് പകരമായി എന്ത് സേവനമാണ് നൽകിയതെന്ന് തെളിയിക്കുന്ന ഒരൊറ്റ രേഖ പോലും ഹാജരാക്കാൻ വീണയ്ക്കോ അവരുടെ കമ്പനിക്കോ സാധിച്ചിട്ടില്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO നടത്തിയ വിപുലമായ അന്വേഷണത്തിൽ കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഇപ്പോൾ EDയുടെ കൈകളിലുണ്ട്. SFIO കണ്ടെത്തിയ വസ്തുതകളും വീണ EDക്ക് മുന്നിൽ നൽകിയ മൊഴികളും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള പൊരുത്തക്കേടുകളാണുള്ളത് എന്നതാണ് മറ്റൊരു വിരോധാഭാസം. ചോദ്യം ചെയ്യലിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ED കടക്കുമ്പോൾ ഈ പൊരുത്തക്കേടുകൾ മുൻനിർത്തി വീണ വിജയന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസി നീങ്ങാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. ED ഈ കേസിൽ അന്വേഷിക്കുന്നത് വെറുമൊരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല, അതിന് പിന്നിലെ വലിയൊരു രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് CMRL കമ്പനി കോടികൾ ഒഴുക്കിയ ആ കൃത്യമായ കാലയളവിൽ CMRL എന്ന സ്വകാര്യ കമ്പനിക്ക് പിണറായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തൊക്കെ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ED ഇപ്പോൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണുമോ എന്നാണ് എൻ്റെ വിശ്വാസം. അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തോട്ടപ്പള്ളി കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടും തീരദേശ പരിപാലന നിയമങ്ങളിൽ ഇളവ് വരുത്തുന്നതും അതെല്ലാം ബന്ധപ്പെട്ട് റവന്യൂ, പരിസ്ഥിതി, വ്യവസായ വകുപ്പുകളിൽ നിന്നും ഈ കമ്പനിക്ക് അനായാസമായ അനുമതികൾ ലഭിച്ചിരുന്നു. ഒരു വശത്ത് മകളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നു, മറുവശത്ത് മകളുടെ പിതാവ് ഭരിക്കുന്ന സംസ്ഥാന സർക്കാർ ഒരു സ്വകാര്യ കമ്പനിക്ക് ചട്ടങ്ങൾ കാറ്റിൽ പറത്തി അനുമതികൾ നൽകുന്നു. ഈ രണ്ട് സംഭവങ്ങളും തമ്മിലുള്ള പരസ്പര ബന്ധം തെളിയിക്കപ്പെട്ടാൽ അന്വേഷണത്തിന്റെ അടുത്ത അമ്പ് ചെന്ന് കൊള്ളുന്നത് സാക്ഷാൽ പിണറായി വിജയന്റെ നെഞ്ചിലേക്കായിരിക്കും. സന്തോഷകരമായ വാർത്ത അല്ലേ? എന്തായാലും അഴിമതി നിരോധന നിയമപ്രകാരം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയിലേക്ക് അന്വേഷണം നീളുന്നതോടെ പിണറായിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ പൂർണ്ണമായും ഇരുളടയും, വട്ടപൂജ്യമാകും. ഇപ്പോൾ ജയി വിളിച്ചവർക്ക് എവിടെയാണാവോ? എന്തായാലും ഈ കേസ് കേവലം ഒരു രാഷ്ട്രീയ ആയുധം മാത്രമല്ല, CPM എന്ന പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ വലിയൊരു പൊട്ടിത്തെറിക്കാണ് ഇത് വഴിമരുന്നിട്ടിരിക്കുന്നത്. മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ലഹരി കേസുമായി ബന്ധപ്പെട്ട് EDയുടെ പിടിയിലാവുകയും ജയിലിലാവുകയും ചെയ്തൊരു ഭൂതകാലം നമുക്ക് മുന്നിലുണ്ട്. മറന്നു കാണില്ല, നിങ്ങൾ ആരും മറന്നു കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉയർത്തിപ്പിടിച്ചൊരു വലിയ രാഷ്ട്രീയ ധാർമ്മികത ഉണ്ടായിരുന്നു. മകന്റെ കുറ്റകൃത്യത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കോടിയേരി ബാലകൃഷ്ണൻ തന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു മാറി നിന്നു. അന്ന് കോടിയേരിക്ക് ബാധകമായ അതേ കമ്മ്യൂണിസ്റ്റ് നീതിയും ധാർമ്മികതയും ഇന്ന് മകളുടെ പേരിൽ ആരോപണം നേരിടുന്ന പിണറായി വിജയന് എന്തുകൊണ്ട് ബാധകമാകുന്നില്ല എന്ന ചോദ്യം പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ വളരെ ശക്തമായി ഉയരുന്നുണ്ട്. പക്ഷേ
അദ്ദേഹത്തിന് ഇത് ബാധകമാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞാണ്. ഒരു വിഭാഗം മുതിർന്ന നേതാക്കളും യുവനേതാക്കളും അണിയറയിൽ ഈ വികാരം പരസ്യമായി പങ്കുവെക്കുന്നുണ്ട്. സ്വന്തം മകൾ കോടികളുടെ സാമ്പത്തിക അഴിമതി കേസിൽ EDയുടെ കുറ്റപത്രത്തിൽ പ്രതിയാവുകയാണെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് തുടരുന്നത് പാർട്ടിയുടെ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസ്യതയും പ്രതിച്ഛായയും പൂർണ്ണമായും തകർക്കുമെന്ന് പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു. പിണറായി ഇല്ലെങ്കിൽ പാർട്ടിയില്ല, പാർട്ടിയാണ് പിണറായി എന്നൊക്കെ പറയുന്നവർ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് പിന്നാലെ പാർട്ടിയുടെ ബ്രാഞ്ച് തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ പിണറായി വിജയന്റെ ശൈലിക്കെതിരെയും പാർട്ടി നേതൃത്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നത്. സത്യം പറഞ്ഞാൽ ഈ പ്രതിപക്ഷ കസേര അദ്ദേഹം പിടിച്ചു വാങ്ങിയതാണെന്നതും നമുക്കറിയാം. അപ്പോൾ ആ പരുങ്ങലിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് മകൾക്കെതിരെയുള്ള ഈ കേസ് കൂടി പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നത്. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറുകയോ മാറ്റപ്പെടുകയോ ചെയ്താൽ പകരം ആര് ആ കസേരയിലേക്ക് വരും എന്നതിനെക്കുറിച്ചും പാർട്ടി കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നതാണ് ലഭിക്കുന്ന വിവരം. CPM കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാലിന്റെ പേരാണ്. നിലവിൽ നിയമസഭയിലെ CPM അംഗങ്ങളിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ളത് KN ബാലഗോപാൽ മാത്രമാണ് എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സീനിയോറിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനാണ് ചാൻസ്. പാർട്ടിയിലെ സീനിയോറിറ്റിയും പാർലമെന്ററി രംഗത്തെ പരിചയസമ്പത്തും പൊതുസമ്മതിയിലുള്ള മുഖമെന്ന നിലയിലും ബാലഗോപാലിനെ മുൻനിർത്തി പാർട്ടിയുടെ തകർന്ന പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത്. ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾക്ക് ഈ മാറ്റം നടപ്പിലാക്കാൻ പോളിറ്റ് ബ്യൂറോയിൽ വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. പിണറായി വിജയനെ ഇനി എത്ര കാലം സംരക്ഷിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് വലിയ ആശങ്കയുമുണ്ട്. വലിയ ഉറപ്പൊന്നുമില്ല, വലിയ താല്പര്യവുമില്ല. വ്യക്തിയേക്കാൾ വലുതാണ് പാർട്ടി എന്ന സന്ദേശം നൽകാൻ പിണറായിയെ മാറ്റുക എന്നതല്ലാതെ മറ്റൊരു വഴിയും പാർട്ടിയുടെ മുന്നിലില്ല. ഇനിയും അറിയില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ LDFന്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവർക്ക് ഇപ്പോൾ ആരാണ് നയിക്കുന്നതെന്ന ഒരു വ്യക്തിയിൽ ചുറ്റപ്പെട്ട ഒരു പാർട്ടിയാണ് ഇപ്പോൾ അത്. പിന്നെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ കേസിൽ പ്രതികളായ പാർട്ടി പ്രവർത്തകർ ഇപ്പോഴും ജയിലിൽ തുടരുകയുമാണ്. അതിലുപരിയായി ഈ കേസിൽ ED നേരിട്ട് കക്ഷി ചേരാൻ തീരുമാനിച്ചിരിക്കുന്നതും പാർട്ടിയെ വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ സംസ്ഥാനത്തെ മുതിർന്ന പാർട്ടി നേതാക്കൾക്കെതിരെ കടുത്ത നിയമ നടപടികൾക്കും വഴിയൊരുക്കുമെന്ന് നേതൃത്വം ഭയക്കുന്നുണ്ട്. അപ്പോൾ ഇടതുമുന്നണിയിലുള്ള വിള്ളലുകളും ഇതിനോടകം പരസ്യമായി കഴിഞ്ഞു. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും TP രാമകൃഷ്ണൻ മാറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത് പാർട്ടിക്കുള്ളിലെയും മുന്നണിക്കുള്ളിലെയും കടുത്ത അസ്വസ്ഥതകളുടെ തെളിവുമാണ്. അപ്പോൾ എക്സാലോജിക് CMRL കരാറിൻ്റെ നിഗൂഢതകൾ ഓരോന്നായി ഇങ്ങനെ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കുടുംബത്തിന് മുന്നിൽ എല്ലാ പിടിവള്ളികളും ഇല്ലാതാവുകയാണ്. ഇപ്പോൾ റിയാസിൻ്റെ വിവരമൊന്നും കേൾക്കുന്നില്ല, എവിടെയാണോ അല്ലേ? തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഉണ്ടായ നേതൃമാറ്റ ചർച്ചകൾ വീണയുടെ കേസ് വരുന്നതോടെ കൂടുതൽ ശക്തി പ്രാപിക്കും. രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലോ പാർട്ടിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയോ പിണറായി വിജയൻ ആ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയും അങ്ങോട്ട് വിട്ടുകൊടുക്കേണ്ടി വരും. അത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചരിത്രപരമായ മാറ്റത്തിന് എന്തായാലും തുടക്കമാകും. പതിറ്റാണ്ടുകളായി പാർട്ടിയെയും ഭരണത്തെയും ഒരുപോലെ നിയന്ത്രിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ രാഷ്ട്രീയ അസ്തമയമായിരിക്കും അത്. കേരളം കാത്തിരുന്ന ദിവസവും എന്ന് പറയാം. അപ്പോൾ വരും ദിവസങ്ങളിൽ ED പുറത്തുവിടാൻ പോകുന്ന വിവരങ്ങളും കോടതിയുടെ അടുത്ത നീക്കങ്ങളും പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ്. ചോദ്യം ചെയ്യലിൽ വീണയ്ക്ക് നൽകാൻ കഴിയാത്ത ഓരോ മറുപടിയും ചെന്ന് തറയ്ക്കുന്നത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലാണ്. കൊള്ളാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? മകൾ പ്രതിയായാൽ പിണറായി വിജയൻ അങ്ങനെയെങ്കിലും ആ കസേരയൊന്ന് വിട്ടുകൊടുക്കുമോ, അതോ വീണ്ടും പിടിവിടാതെ അങ്ങോട്ട് ഇരിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യൂ. മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.